ശ്രീ വിഷ്ണുമായ എന്നൊരു പേര് കേൾക്കാനുള്ളതായ കാര്യങ്ങൾ കുറേ കൂട്ടിയിട്ട് വൈഡായിട്ട് പറയേണ്ടി വരും. എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ശ്രീ പാർവതി പരമേശ്വരനിൽ ഭഗവാൻ പൂജാതനാവുകയും, കാരണം അവർക്ക് കൈലാസത്തിലേക്ക് പോകണം, കാരണം അവതാരമാണേ. അങ്ങനെ മായാ കൂളിവാക എൻ്റെ ഭാര്യയാണെന്നുള്ളത് ശ്രീ പരമേശ്വരൻ മനസ്സിലാക്കുകയും ശ്രീ ചാത്തൻ അദ്ദേഹം ഭൂജാതനായി അദ്ദേഹത്തിൻ്റെ കാവൽക്കാരനായിട്ടാണ് മഹിഷി എന്ന് പറഞ്ഞാൽ പോത്തിനെ തോറ്റി കൊടുക്കുകയാണ്. അങ്ങനെ മായാ കൂളിവായുള്ള ശ്രീ പാർവതി ദേവി കൈലാസത്തിലേക്ക് പോവുകയും അവിടെയുള്ള കൂളിവാകനെ നാട്ടിലേക്ക് അയക്കുകയാണ്. അങ്ങനെ കന്യകയായിട്ടുള്ള കൂളിവാകയ്ക്ക് ഭഗവാൻ, കാരണം പറഞ്ഞാൽ ചെറിയ കുട്ടിയാണ്, മല കൂട്ടാനുള്ള ഒരു കാര്യങ്ങൾ പറയണം. അപ്പോൾ തഥാസ്തു, കാരണം പറഞ്ഞാൽ മായാ കൂളിവാകയ്ക്ക് ഭഗവാൻ ഉണ്ടായതാണ്. അങ്ങനെ 6 വയസ്സായപ്പോൾ ഭഗവാൻ മായാ കൂളിവായിൻ്റെ അടുത്ത് ചോദിക്കണം, എൻ്റെ അച്ഛനമ്മ, അങ്ങനെയല്ല പറയണത്, പിന്നെ മായാ കൂളിവായിയായിട്ട് സംസാരിച്ചു. അപ്പം മോനെ, നിൻ്റെ യഥാർത്ഥ അമ്മയും അച്ഛനും ശ്രീ പാർവതി പരമേശ്വരനാണ്. ഇത് കേട്ട മാത്രം തന്നെ ഭഗവാൻ വലിയൊരു ഒരു പ്രത്യേക അനുഭൂതി. എൻ്റെ വളർത്തമ്മയെ പോറ്റമ്മയാണ് ഒരു കുളിവാക. അപ്പോൾ യഥാർത്ഥ അമ്മയെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്നാൽ ആ പോത്തും പുറത്തേറി കൈലാസത്തേക്ക് പോവുകയും, കൈലാസ കാവാടത്തിൽ എന്താ പറഞ്ഞാൽ കംപ്ലീറ്റ് ഭൂതഗണങ്ങൾ മുഴുവൻ നിൽക്കുക. ഈ കുട്ടി എന്തായാലും കടത്തി വിടില്ല. അപ്പോൾ ഭഗവാൻ മായാൽ മനസ്സിലാക്കി, എന്നെ എന്തായാലും ഈ പോത്തിൻ്റെ പുറത്ത് പോയാൽ എന്താണ് ഭഗവാൻ കൈലാസത്തേക്ക് കയറ്റില്ല. അങ്ങനെ അദ്ദേഹം സ്വസിദ്ധമായിട്ട് വിഷ്ണുമായയുടെ രൂപം ധരിക്കുകയും, ഇത് അച്ഛനും അമ്മയും അവിടെ ഇരുന്ന് കാണുകയാണ്, കൈലാസത്തിൽ ഇരുന്ന് കാണുകയാണ്, എൻ്റെ മോൻ്റെ ആ ഒരു ചേഷ്ട കാണുകയാണ്. കവാടം കയറി അങ്ങനെ പാർവതി വന്ന് മോനെ വേഗം എടുത്തു. അസ്ത്രശസ്ത്ര വിദ്യകളൊക്കെ ഭഗവാനൊക്കെ പറഞ്ഞു കൊടുത്ത്, നിൻ്റെ ജന്മരഹസ്യം എന്താണ്? ഭൂലോകത്ത് ഭൃംഗാസുരനെ, അതുപോലെ ഭൃംഗാസുരൻ ജലന്ധരനെ നിഗ്രഹിക്കാനാണ് നീ ജനിച്ചത്. അപ്പം അങ്ങനെ ഭഗവതി അതിനുള്ളതായ കാര്യങ്ങൾ കൊടുത്തു. ശരി അമ്മേ, എൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഭഗവാൻ പറയണു, അതെ ആയിക്കോട്ടെ, ശരി എൻ്റെ മോനോ ഒരു കുറുവടി അങ്ങോട്ട് കൊടുക്കണം. ഈ ആയുധം കൊണ്ട് നീ ജലന്ധരനെ നിഗ്രഹിക്കുക. പിന്നെ നിനക്ക് വിഷ്ണുവിടെ രൂപം ധരിക്കാൻ കഴിഞ്ഞത് കൊണ്ട് വിശ്വമായ എന്നുള്ളത് ഭൂലോകത്ത് അറിയപ്പെട്ടിട്ടേ കൊണ്ടാണ് കൈലാസത്തിന് യാത്രയാകുന്നത്.